ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഈ സന്ധ്യാസമയത്ത് റോസ് ഫാമിലി പേജിൽ ദൈവവചനം അറിയിക്കുവാൻ ദൈവം അടിയന്റെ ജീവിതത്തിൽ അനുവദിച്ച നല്ല അവസരത്തിനായി നന്ദി പറയുന്നു. ഈ ദിവസങ്ങളിൽ ശുശ്രൂഷയുടെ പരമായി ദൈവ വേല ചെയ്യുന്നതിൽ എൻ്റെ ശരീരത്ത് വളരെ സൗഖ്യമില്ലാതെ ഇരിക്കുന്നുവെങ്കിലും ഇങ്ങനെ ഒരു ലൈവ് ചെയ്യണമെന്ന് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തന്നതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോട് ഈ സുവിശേഷം അറിയിക്കുവാൻ ഈ ലൈവിൽ വരുവാനിടയായത്. എന്നെ ക്ഷണിച്ച റോസ്ലിൻ സിസ്റ്ററിനും ബാക്കിയുള്ള എല്ലാ ഗ്രൂപ്പ് അഡ്മിന്മാർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനങ്ങളെ ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. നമ്മുടെ മുമ്പിൽ സമയം ഒട്ടും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വചനത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുയേശുവിൽ എല്ലാവരും, ഗ്രൂപ്പിലുള്ള എല്ലാവരും ഈ വചനം ശ്രദ്ധിക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കുവാനും ഒരു വാക്ക് പ്രാർത്ഥിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ലത് മനോഹരമായ നിമിഷത്തിനായി സ്തോത്രം. ഈ ഫേസ്ബുക്ക് ലൈവിൽ കർത്താവെ ഒരു പ്രാവശ്യം കൂടി അങ്ങയുടെ വചനം അറിയിക്കുവാൻ കർത്താവെ അടിയന് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. അടിയന്റെ ജീവിതത്തിൽ അങ്ങ് അനുവദിക്കുന്ന സകല അവസരങ്ങൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇതിൽ കൂടി ശ്രദ്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ഇതിന് അഡ്മിനായിരിക്കുന്ന റോസ്ലിൻ സിസ്റ്റർ ഫാമിലി, അതുപോലുള്ള എല്ലാവരെയും കർത്താവ് സഹായിക്കും. ഈ വചനം പറയാനുള്ള അഭിഷേകം അടിയന്റെ മേൽ പകരും. എല്ലാ ശത്രു ഒരുക്കുന്ന എല്ലാ പദ്ധതികളും, വചനം വെളിപ്പെടുവാൻ വിരോധമായി നിൽക്കുന്ന എല്ലാ അന്ധകാര മണ്ഡലങ്ങളെയും കർത്താവായ യേശുവെ അങ്ങയുടെ ക്രൂശിന്റെ ശക്തിയിൽ അതിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അടിയനെ അങ്ങയുടെ നിഴലിൽ മറച്ചാട്ട് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന പിതാവ് കേൾക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവനാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചിന്ത ഇതാകുന്നു. യോഹന്നാന്റെ സുവിശേഷം, അതിനാധാരമായിട്ട് 2 വാക്യങ്ങൾ നമ്മൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 21:15 മുതൽ ഇങ്ങനെ വായിക്കുന്നു. ഞാൻ വായിക്കുന്നു. സ്തോത്രം. അവൻ പ്രാതൽ കഴിഞ്ഞ ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്പ്പീൻ എന്ന് അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ആടുകളെ പാലിക്ക എന്ന് അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിച്ചതിനാ പത്രോസ് ദുഃഖിച്ചു. കർത്താവെ, നീ സകലതും അറിയുന്നു, നിനക്ക് എന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയ്പ്പിൻ. ആമേൻ, ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരിക്കുമ്പോൾ നീ തന്നെ അരക്ക് കെട്ടി ഇഷ്ടമുള്ളിടത്തോട്ട് നിന്നെ നടത്തുന്നു. വയസ്സായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അര കെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. രണ്ടാമതായി നമുക്ക് വായിക്കാനുള്ളത് മർക്കോസ് 16:7. മർക്കോസ് 16:7. അവന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും, അവൻ നിങ്ങൾക്ക് മുമ്പായി ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറവിൻ. അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ അവനെ കാണും എന്ന് പറഞ്ഞു. അവർക്ക് വിറയലും ഭ്രമവും പിടിച്ച് അവർ കല്ലറ വിട്ട് ഓടിപ്പോയി. അവർ ഭയപ്പെടുകയാൽ ആരോടും ഒന്നും പറഞ്ഞില്ല. ദൈവത്തിന്റെ നാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. നമുക്കറിയാം, മർക്കോസിന്റെ സുവിശേഷത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിലും നമ്മൾ വായിച്ചത് പത്രോസിനെ കുറിച്ചാണ്. പത്രോസ് എന്ന് പറയുമ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഒരു വ്യക്തിയാകുന്നു പത്രോസ് അപ്പോസ്തലൻ. നമുക്കറിയാം, പഴയ നിയമം എഴുതിയിരിക്കുന്നത്, പഴയ നിയമത്തിൽ 39 പുസ്തകവും പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളും കൂടി ചേർന്നതാണല്ലോ നമ്മുടെ വിശുദ്ധ ബൈബിൾ. വിശുദ്ധ ബൈബിളിന്റെ പഴയ നിയമം ഹീബ്രുവിലും പുതിയ നിയമം ഗ്രീക്കിലും എഴുതിയിരിക്കുന്നതാണ് നമ്മുടെ കയ്യിൽ കിട്ടിയ 66 പുസ്തകങ്ങൾ. എന്നാൽ മലാക്കിക്ക് ശേഷം ഒരു 400 സംവത്സരം
ദൈവത്തിന്റെ സന്ദർശനമൊന്നും ഇല്ലാതെ ഇരുന്ന സമയത്തും ചില പുസ്തകങ്ങൾ എഴുതി. അത് നമ്മുടെ കത്തോലിക്ക അങ്ങനെയുള്ള പ്രൊട്ടസ്റ്റന്റ് അല്ലാത്ത കത്തോലിക്ക വിവാഹങ്ങളിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും യഥാർത്ഥ ദൈവിക വചനങ്ങളല്ല. എന്ന് പറഞ്ഞാൽ 400 സംവത്സരം ദൈവത്തിന്റെ ഒരു ദർശനം ഇല്ലാതിരുന്ന സമയത്ത് അത് എഴുതിയതൊന്നുമില്ല. പക്ഷെ മത്തായിൽ പറയുന്നു അബ്രഹാമിന്റെ പുത്രന്റെ ദാവീദിന്റെ വംശാവലി തൊട്ടാണ് പറഞ്ഞു തുടങ്ങുന്നത്. ഞാൻ വചനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ബൈബിളിനെ കുറിച്ച് അറിഞ്ഞിരിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ ഇവിടെ മർക്കോസ് യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് യേശു തിരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഒരു അപ്പോസ്തലൻ മാത്രമായിരുന്നു പത്രോസ്. പത്രോസിന്റെ അടുത്ത് ഇങ്ങനെ പത്രോസിനെ തിരഞ്ഞെടുക്കുമ്പോൾ 12 ശിഷ്യന്മാർക്കും 12 സ്വഭാവങ്ങളാണ്. എന്ന് പറഞ്ഞാൽ യോഹന്നാൻ ദൈവത്തിന്റെ മാറോട് ചേർന്നിരിക്കുന്നവൻ, എന്നാൽ പത്രോസിന്റെ സ്വഭാവം എടുത്തുചാട്ടക്കാരനാണ്. ഒന്നിലും ഒരു ധൈര്യമില്ല, അല്ലെങ്കിൽ ഒന്നിനും മുന്നിൽ കൊണ്ടു നിർത്താൻ അവനെ ഒരിടത്തും പറ്റത്തില്ല. അങ്ങനെ ഒരു സ്വഭാവമുള്ളവനായിരുന്നു വിശുദ്ധ പത്രോസ്. ആ പത്രോസിനെയാണ് ദൈവം അവനെ സ്നേഹിക്കുകയും ദൈവം തിരഞ്ഞെടുക്കുകയും ചെയ്തത്. പ്രിയ ദൈവമക്കളെ, എനിക്ക് പരിശുദ്ധാത്മാവിന് ഒരു ദൂത് പറയാൻ നിങ്ങളോട് ദൈവാത്മാവ് എന്നെ കൊണ്ട് പറയിക്കുന്നു. അതുകൊണ്ട് ഒരു ദൂത് ഞാൻ പറയുന്നു. അത് ഇങ്ങനെയാണ്. അതായത് നിന്നെ സമൂഹത്തിലോ ആരുടെ മുമ്പിലും നിനക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയാണെങ്കിലും, നിന്റെ സ്വഭാവം കൊണ്ടൊന്നും നിനക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും, നീ എന്തോ എടുത്താലും ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിലും, അല്ലെങ്കിൽ കാറ്റിനാൽ ഉലയുന്നത് പോലുള്ള സ്വഭാവമുള്ള ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങളെയും ദൈവത്തിന് പ്രയോജനപ്പെടുത്താൻ പറ്റും. ഒന്ന് നോക്കിയേ, ഇസ്കറിയോത്ത യൂദയുടെ ചിന്ത എന്ന് പറഞ്ഞാൽ അവന്റെ കയ്യിൽ പണസഞ്ചി ഉണ്ടായിരുന്നു, അവനാണ് പണം സൂക്ഷിക്കുന്നത്. എന്നാൽ കർത്താവിനെ 30 വെള്ളിക്കാശ് എടുത്ത് ഒറ്റിക്കൊടുത്ത സമയത്തും അത് കഴിഞ്ഞിട്ട് അവൻ പോയി തൂങ്ങിച്ചു. അവനിടെ 12 ശിഷ്യന്മാർക്കും 12 തരം സ്വഭാവങ്ങളായിരുന്നു. എന്നാൽ പത്രോസ് എടുത്തുചാട്ടമുള്ള സ്വഭാവമായിരുന്നു. പക്ഷെ അവൻ യേശുവിനോട് ഭയങ്കര സ്നേഹമായിരുന്നു. അതാ യേശു ചോദിക്കുന്നത്, നീ ഇതിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ ഊവ് കർത്താവെ എന്ന് പറയുന്ന ഒരു കാര്യം. ഇന്ന് പകൽക്കാലം നമ്മൾ ഈ കാലഘട്ടങ്ങൾ, ഈ വരുന്ന ദിവസങ്ങൾ നമുക്കറിയാം. അതായത് ജാതികളായിട്ടുള്ളവർ അവരുടെ ആചാരപ്രകാരം അല്ല, അവരുടെ മിത്ത് പ്രകാരം അവർ പറയുന്ന അവരുടെ മഹാബലി കടന്നു വരുന്ന സമയമാണ്, അവരെ കാണുവാൻ കേരളത്തിൽ കടന്നു വരും എന്നൊക്കെ പറഞ്ഞ് അവർ ആഘോഷിക്കുന്നതാണ്. എന്നാൽ അന്ധവിശ്വാസങ്ങളും ആചാരങ്ങളിൽ മാത്രം അനുയാകപ്പെട്ടു പോകുന്ന ഒരു ജനമാണ് ഇന്ന് ഈ കാലഘട്ടത്തിലുള്ളത്. പക്ഷെ ഇവരുടെ മുമ്പിലാണ് നമ്മുടെ ദൈവം ഒരു മിത്തല്ല, നമ്മുടെ ദൈവത്തിന്റെ ഈ വചനം ഒരിക്കലും ഒരു കഥയല്ല, ഇത് നടന്ന സംഭവം തന്നെയാണ്. അവരുടെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ, അവരുടെ ഐതിഹ്യം പറയാനല്ല ഞാൻ ഈ വചന ശുശ്രൂഷ ചെയ്യുന്നത്. പക്ഷെ ഐഗീത എന്ന് വെച്ചാൽ അവര് പറയുന്നത് മഹാവിഷ്ണു ആ ഒരു രാജാവിനെ ചവിട്ടി ഭൂമിയിലേക്ക് താത്ത് അന്നേരം പറഞ്ഞ ഒരു കാര്യമാണ് വാമനനെ, അതായത് ഇനി നീ അളക്കുമ്പോൾ എന്റെ തല അളന്നു പറയാനിടയായി. പക്ഷെ എന്നിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ വർഷത്തിൽ ഒരു പ്രാവശ്യം വന്ന് എന്റെ പ്രജകളെ കാണുവാൻ നീ എനിക്ക് അധികാരം തരണമെന്ന്. ഒന്ന് ചിന്തിച്ചു നോക്കി, എങ്ങും കേൾക്കാത്ത ഒരു കഥ അല്ലേ? എന്നാൽ വചനം ഇങ്ങനെ വ്യക്തമായിട്ട് പറയുന്നു, വ്യക്തമായിട്ട് പറയാം, നമ്മുടെ യേശു ക്രിസ്തു ഒരിക്കലും ഒരു മരിച്ച ദൈവമല്ല, മരിച്ചിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ദൈവമാണ്. ഈ വചനം പറയുന്ന 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യേ ഉണ്ടെന്നാണ് വാഴ്ത്തപ്പെട്ട കർത്താവ് പറയാനിടയായത്. അങ്ങനെയെങ്കിൽ എന്റെ നാമത്തിൽ നമ്മൾ എവിടെ കൂടിയാലും, എവിടെ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ വന്നാലും അവരുടെ മധ്യേ വെളിപ്പെടുന്നതാണ് യേശു. അല്ലാതെ വർഷത്തിൽ ഒരു പ്രാവശ്യമല്ല, അല്ലെങ്കിൽ മാസത്തിലല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ആണ്ടുകളിലോ കർമ്മം ചെയ്യുമ്പോൾ മാത്രമല്ല ദൈവം വെളിപ്പെടുന്നത്. അത് അങ്ങനെ വെളിപ്പെടുന്ന ദൈവമല്ല. എന്നാൽ ഇവിടെ നമുക്ക് പറയുന്ന പത്രോസ് എന്ന് പറഞ്ഞാൽ അവൻ കാറ്റിനാൽ ഉഴയപ്പെടുന്നവനാണ്. അവനെ വിളിക്കുമ്പോൾ തന്നെ യേശു പറഞ്ഞു, നീ കേഫയാകുന്നു, നീ പത്രോസ് ആകും. പത്രോസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം റോക്ക് എന്നാണ്. റോക്ക് എന്ന് പറഞ്ഞാൽ പാറ എന്നാണ്. അവൻ അതുപോലുള്ള ഉറപ്പുള്ള വ്യക്തിയാക്കി അവനെ മാറ്റും. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രതികൂലങ്ങളോ പ്രയാസങ്ങളോ കടന്നു വരുവാണെങ്കിൽ, നിങ്ങൾ ഈ ഇതുപോലുള്ള അവസ്ഥകൾക്കൂടി നിങ്ങൾ കടന്നു പോകുമ്പോൾ ആരാലും നിങ്ങളെയൊക്കെ രക്ഷിക്കാൻ പറ്റത്തില്ല. കർത്താവെ, ഞാൻ ദൈവനാമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടും എന്റെ കാല് താണു പോവാണല്ലോ, ഞാൻ വിചാരിക്കുന്നത് പോലെ എന്റെ ക്രിസ്തീയ ജീവിതത്തിൽ എനിക്ക് കയറി വരാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ ഒരു ദൂത് നിങ്ങളോട് വിളിച്ചു പറയാം. നിങ്ങളെ രൂപാന്തരപ്പെടുത്തി, ആ പത്രോസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം റോക്ക് എന്നാണല്ലോ, പാറ എന്നാണല്ലോ, അതുപോലെ ഒരു വ്യക്തിയാക്കി നിങ്ങളെ മാറ്റുവാൻ നമ്മൾ ഇവിടെ വിളിച്ചു പറയുന്ന ഈ വചനത്തിന് പറ്റും. വചനത്തെ ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുവാൻ പറ്റും. ഈ വചനത്തിന്റെ ശക്തി അയച്ചാണ് ദൈവം പലരെയും വിടുവിക്കുവാൻ ഇടയായത്.
ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം, അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കത്തോലിക്ക വേദപുസ്തകങ്ങളെല്ലാം ഉണ്ടല്ലോ. ഈ വേദപുസ്തകങ്ങളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അവര് നോക്കുന്നത്, അവരുടെ സഭ ആരംഭിച്ചത് എങ്ങനെ? പത്രോസിനെ കൊണ്ടാണ്. പത്രോസിനെ അവർ പോപ്പായിട്ടൊക്കെയാണ് അവർ കാണുവാൻ ഇടയാകുന്നത്. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, യേശു പറഞ്ഞ് തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർ ഇരിക്കുന്ന സമയത്ത് യേശു ശിഷ്യന്മാരോട് ഒരു വാക്ക് ചോദിച്ചു. ശിഷ്യന്മാരോട് ചോദിച്ചത് ഇങ്ങനെയാണ്: ജനം എന്നെ പലതും പറയുന്നു, യോഹന്നാൻ എന്ന് പറയുന്നു, ഏലിയാവെന്ന് ചിലർ പറയുന്നു, അല്ലെങ്കിൽ ആ പ്രവാചകനിൽ മറ്റൊരുത്തൻ എന്ന് പറയുന്നു, നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? അപ്പോൾ ഈ പത്രോസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്: യേശുവേ, നീ ജീവനുള്ള ദൈവത്തിന്റെ ക്രിസ്തു ആകുന്നു. അത് എന്തൊരു വെളിപ്പാടായിരുന്നു! നീ ജീവനുള്ള ദൈവത്തിന്റെ ക്രിസ്തു ആകുന്നത്. അങ്ങനെ ഒരു വെളിപ്പാട് പറഞ്ഞപ്പോൾ പിതാവായ ദൈവം അവനോട് പറഞ്ഞു, യേശു പറഞ്ഞ ഇത് ജഡരക്തങ്ങളല്ല, പിതാവായ ദൈവം തന്നെയാണ് നിനക്ക് ഈ വെളിപ്പാട് മനസ്സിലാക്കി തന്നത്. അങ്ങനെയെങ്കിൽ ആ വെളിപ്പാട് കേട്ടപ്പോൾ യേശു പറഞ്ഞു, പത്രോസേ, നീ പാറയാകുന്നു, നിന്റെ മേൽ ഞാൻ എന്റെ സഭയെ പണിയും. പത്രോസ് പാറ, പത്രോസിന്റെ വാക്കിന്റെ അർത്ഥം പാറ എന്നാണ്. പത്രോസേ, നിന്റെ മേൽ ഞാൻ എന്റെ സഭയെ പണിയും. ആരുടെ സഭ? യേശുവിന്റെ സഭ. എന്ന് പറഞ്ഞാൽ പല ജാതികളായിട്ടുള്ളവർ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്ന കാര്യം എന്ന് ചോദിച്ചാൽ, പത്രോസിന്റെ വാക്ക് പാറ എന്നാണല്ലോ. പത്രോസിൽ കൂടി ആ സഭ വെളിപ്പെട്ടേന്ന്, ആദ്യത്തെ സഭ. എന്നാൽ അല്ല, പത്രോസിനെ പാറയായ ഒരു വ്യക്തിയാക്കി മാറ്റുമായിരുന്നു ചെയ്യുന്നത്. അവന്റെ ചിന്തകൾ കൊണ്ട് അവൻ യേശുവിനെ തള്ളിപ്പറഞ്ഞവൻ. ഒരു സ്ത്രീയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്: സ്ത്രീയെ, ഞാൻ അവനെ അറിയുന്നില്ലെന്ന് പറയാനും ആണയിടാനും പ്രാവാനും തുടങ്ങി. ഈ പത്രോസിന്റെ അടുത്താണ് പറഞ്ഞത്. കേഫയായ പത്രോസിന്റെ അടുത്ത് പറയാം, പത്രോസെ, നീ പാറയാകുന്നു, നിന്നെ ഞാൻ പാറയാക്കി മാറ്റും. ഞാൻ പറയട്ടെ, നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന്, നിങ്ങൾ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഇതുപോലുള്ള വെളിപ്പാടുകളും ദൈവത്തിന്റെ ആത്മാവിന് നിങ്ങൾക്ക് പകരുവാൻ ഇടയാകും. നമ്മൾ വായിക്കുമ്പോൾ ഈ മർക്കോസിന്റെ സുവിശേഷം 16 വായിക്കുമ്പോൾ, അതിന്റെ മേലിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ശബത്ത് കഴിഞ്ഞ് മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും ശലോമോയും ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങിച്ച്. ഈ ദൈവത്തിന്റെ ശിഷ്യരായിട്ടുള്ള, അതായത് സ്ത്രീകളുടെ കൂട്ടത്തിലുള്ളവരായിരുന്നല്ലോ ഇവര്, മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും. ഇവര് അവരുടെ ഹൃദയത്തിൽ ഒരു ചിന്ത എന്ന് ചോദിച്ചാൽ, എങ്ങനെങ്കിലും യേശുവിനെ കാണണം, യേശുവിനെ അടക്കം ചെയ്തു. എന്നാൽ അവിടെ വലിയൊരു കല്ലുരുട്ടി വെച്ചിരിക്കുന്നത് കണ്ടിട്ടാ ഞങ്ങൾ മടങ്ങി വന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ഈ ലൈവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു ആത്മാവിൽ ഒരു ദൂത് ഞാൻ വിളിച്ചു പറയാം. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾ മുമ്പിൽ കണ്ടിട്ടായിരിക്കും ഈ ലൈവിൽ, ഈ വചനത്തിന്റെ മധ്യേ നിങ്ങൾ ഇരിക്കുന്നത്. ഈ വചനം നിങ്ങൾ കേട്ട് ആമേൻ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുമ്പം തന്നെ ആ തടസ്സം യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോവാൻ നിങ്ങളെ ഇടയാകും. നിങ്ങൾ സമയം ടെലിവിഷനിൽ കളഞ്ഞാലോ അല്ലെങ്കിൽ കൂട്ടുകാരോട് സംസാരിച്ച് കഴിഞ്ഞാലോ ഈ ഒരു പ്രതികൂലം മാറിപ്പോകത്തില്ല. എന്ത് വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ വചനത്തിന്റെ സന്നിധിയിൽ ഇരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യകരമാണ്. അവരുടെ ഉള്ളിലത്തെ ചിന്ത എന്ന് പറഞ്ഞാൽ, ഇന്നലെ രാത്രി ഞങ്ങൾ കണ്ട് 2 വർഷത്തിന് മുമ്പ് യേശുവിനെ അടക്കിയിട്ട് ആ കല്ലറയിൽ കൊണ്ടുവച്ചിട്ട് അവന്റെ മുമ്പിൽ ഒരു കല്ല് ഉരുട്ടി വെച്ച്, ഈ കല്ല് ആരെനിക്ക് വേണ്ടി ഉരുട്ടി മാറ്റി? ഞാൻ പറയട്ടെ, ഇന്ന് പകൽക്കാലം നമ്മുടെ സഭകളിൽ ആരാധിക്കുന്ന പല വ്യക്തികളുണ്ടെങ്കിലും ഇവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ഭാരം ഇരുന്നു കൊണ്ടാണ് ഇവര് ദൈവത്തെ ആരാധിക്കുന്നത്. ഞാൻ ദൈവത്തെ ആരാധിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച് ഇനി എന്റെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കും, അല്ലെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളുടെ പഠിത്തം, അല്ലെങ്കിൽ എന്റെ വിദ്യാഭ്യാസം, എന്റെ രോഗങ്ങൾ സൗഖ്യം, അല്ലെങ്കിൽ ഞാൻ എന്റെ ആൾക്കാരെ എല്ലാം വിട്ട് ഇറങ്ങിത്തിരിച്ച് ഇനി ഞാൻ എങ്ങനെ സമൂഹത്തിൽ നോക്കും, അങ്ങനെയുള്ള ചിന്തകളാ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സ്വർഗമാണ്. സകലത്തെയും അതിജീവിച്ചവനാണ് നമ്മുടെ കർത്താവ്. ഈ യേശു ക്രിസ്തുവാണ് താഴോട്ട് പറയുന്നത്. അവരങ്ങനെ ഒരു ചിന്ത കൊണ്ടാണ് ദൈവത്തെ ഇറങ്ങി തിരിച്ചത്. എന്നാൽ അധികാലത്ത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ആ ഇരുട്ടോടുകൂടെ അവർ ദൈവത്തെ കാണുവാൻ പോയി. ആ ഇരുട്ടോടുകൂടെ അവർ പോയപ്പോൾ അവരുടെ ചിന്ത എന്ന് ചോദിച്ചാൽ, ഞങ്ങള് സ്ത്രീകളാണ്, ഞങ്ങൾക്ക് ശക്തിയില്ല, അല്ലെങ്കിൽ റോമൻ പടയാളികളുണ്ട്. പക്ഷെ ഈ പടയാളികളെ എല്ലാം പേടിച്ചിട്ടും അവരുടെ മേൽ പകർന്ന ആ ധൈര്യം, അല്ലെങ്കിൽ ആ ധൈര്യം എങ്ങനെ അവർക്ക് വന്നെന്നറിയാമോ? അവർക്കറിയാം, ഞങ്ങൾ വിളിച്ചിരിക്കുന്ന ഒരു സാധാ ദൈവത്തെ അല്ല, ഞങ്ങൾ അവന്റെ കൂടെ പോയപ്പോൾ ഞങ്ങൾ കണ്ട് 2 അപ്പം കൊണ്ട് 5000 പേരെ 5 അപ്പം കൊണ്ട് 5000 പേരെ അവനെയാണ് ഞങ്ങൾ കാണാൻ പോകുന്നത്. അതിനുശേഷം അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, മീൻ വർദ്ധിപ്പിച്ച് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയത് ഞാൻ കണ്ടു, മരിച്ച ലാസറിനെ ഉയർപ്പിച്ചത് ഞാൻ കണ്ടു. എന്നാൽ ഇന്ന് കർത്താവ് കല്ലറയിലാണ് ഇരിക്കുന്നത്. ഞാൻ ഏതൊക്കെയോ കുടുംബത്തോരോട് ദൂത് വിളിച്ചു പറയാനുണ്ട്. നിങ്ങൾ ദൂതുമെല്ലാം കേൾക്കുന്നുണ്ട്, നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ അത്ഭുതം കണ്ടിട്ടുണ്ട്, എന്നാൽ നിങ്ങളുടെ വാഗ്ദത്തം ഇന്ന് അടഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ
ഒരു ഒന്നും മുമ്പോട്ട് പോകുന്നില്ല. നിങ്ങൾ യേശു മരിച്ചവരെ സൗഖ്യമാക്കിയത് കണ്ട്, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത് കണ്ട്, അതായത് പത്രോസിന്റെ വല അല്ലെങ്കിൽ അവന്റെ മീൻ, അവന്റെ ആ വള്ളം നിറച്ചു കൊടുത്തതെല്ലാം നിങ്ങൾ കണ്ട്. എന്നാൽ നിങ്ങൾ ഇന്നും ശൂന്യതയിലാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളൊരു ദൂത് വിളിച്ചു പറയാം. നിങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിക്കാൻ പറ്റുന്നവനാണ്. ആ കല്ലറയിൽ പിശാച് 3 ദിവസം മാത്രമേ അവനെ അടച്ചു വെക്കാൻ പറ്റൂ. എന്നാൽ 3-ാമത്തെ ദിവസം ഉയർപ്പിന്റെ പൊൻപുലരി വരുമ്പോൾ അവൻ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേൽക്കും. നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ ഇന്നും ചത്തുകിടക്കുകയാണെങ്കിൽ, നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കാതെ ഒരു കല്ലറയ്ക്കകത്ത് കൊണ്ടുവച്ചിരിക്കുകയാണെങ്കിൽ, ഞാൻ പറയാം, ആ പുനരുദ്ധാന ശക്തി നിങ്ങളുടെ മേൽ വന്നാൽ, ആ യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ് ഇന്ന് ഈ പ്രസംഗത്തിന്റെ മധ്യയിൽ വ്യാപരിക്കുന്ന ഏതൊക്കെയോ കുടുംബങ്ങളെ തൊടുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. അടകജനഘടകം അർത്ഥന വൈഡമനഘടക സംധര ജഗൽ കടകസിയാല ശംധരേ ധികൾ കടകസിയാല. അങ്ങനെയെങ്കിൽ താഴോട്ട് പോകുമ്പോൾ അതിനുശേഷം നമ്മൾ വായിക്കുമ്പോൾ, അവർ കല്ലറയുടെ അടികൾ ചെന്നപ്പോൾ കല്ല് ഉരുണ്ടു വെച്ചതായി കണ്ട്. അത് ഏറ്റവും വലുതായിരുന്നു. അവർ കല്ലറയ്ക്കകത്ത് കടക്കുമ്പോൾ വെള്ള നിലയങ്കി ധരിച്ച ഒരു ബാലിക്കാരൻ വലതുഭാഗത്ത് ഇരിക്കുന്നത് കണ്ട് ഭ്രമിച്ചു. അവൻ അവനോട്, ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസ്രയനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റ്, അവൻ ഇവിടെയില്ല. അവനെ വെച്ച സ്ഥലം ഇതാ. നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറവീൻ. അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ നിങ്ങൾ അവനെ കാണും. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ആ ബാലിക്കാരൻ ആരാ? ദൂതനായിരുന്നു. ആ ദൂതൻ പറഞ്ഞത്, നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറവീൻ. ആരോടാ? പത്രോസിനോട്. ഞാനൊന്ന് പറയട്ടെ, എന്താ പത്രോസിന്റെ ആ പേരെടുത്തു പറഞ്ഞത്? വേറെ ശിഷ്യന്മാരില്ലേ? പത്രോസിനോട്. ഞാൻ പറയാം, പത്രോസിനോട് പറയേണ്ടത് പത്രോസിനോട് പറഞ്ഞേ പറ്റൂ. കാരണം പത്രോസ് തള്ളിപ്പറഞ്ഞ ഒരു വ്യക്തിയാണ്. അവൻ ദൈവത്തെ തള്ളിപ്പറഞ്ഞ ഒരു വ്യക്തിയാണെങ്കിലും അവന്റെ മേൽ ദൈവം ഒരു നിയോഗം ഇട്ടിട്ടുണ്ട്. എല്ലാരും പറയും പത്രോസിന്റെ മേലല്ല, പത്രോസിനെ കൊണ്ടാ സഭ പണിയുന്നതെങ്കിൽ ഞാൻ പറയാം, ആ പത്രോസിനെ കൊണ്ടൊന്നും അല്ല സഭ പണിയുന്നത്. ഈ വെളിപ്പാട് വേണം. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ആ ഒരു വെളിപ്പാട് ആരുടെ മേൽ കിട്ടിയാലോ അവരാണ് ഏറ്റവും വലിയ ദൈവത്തിന് ശക്തന്മാരായിട്ട് ഉപയോഗിക്കപ്പെടുവാൻ പറ്റുന്നത്. ഞാൻ പറയട്ടെ, ഒരു അബ്രഹാമിനെ കൊണ്ടല്ല, ഇസഹാക്കിനെ കൊണ്ടല്ല, മോശയെ കൊണ്ടല്ല, പത്രോസിനെ കൊണ്ടുമല്ല സഭ പണിയുന്നത്. സഭയുടെ ഏറ്റവും വലിയ മർമ്മം എന്ന് ചോദിച്ചാൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ യേശു ക്രിസ്തു മരിച്ചവനായിരുന്നു, എന്നാൽ അവൻ ഇതാ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥമായി തീർന്നേനെ. ഞാൻ നിങ്ങളോട് പറയാം, പത്രോസിന്റെ മേൽ ഒരു ദൗത്യം ദൈവം ഇട്ടിട്ടുണ്ടായിരുന്നു. പത്രോസിനെ ഒരു ദൗത്യം ഇട്ടതിന് ശേഷം അവനെ വെളിയിൽ കൊണ്ടുവരണമെങ്കിൽ, അവനെ ശക്തീകരിക്കപ്പെടണമെന്നെങ്കിൽ എന്ത് വേണം? അവന് വചനം വേണം. യേശു മരിച്ചവനല്ല, മരിച്ചിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റവനാണ് നീ പോയി പറയുവാൻ ഇടയാകണം. ഈ ലൈവിൽ കേൾക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മ വ്യക്തമായിട്ട് ദൂത് വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കേൾക്കേണ്ട ശബ്ദം ഒരിക്കലും ഒരു തോൽവിയുടെ ശബ്ദമാകരുത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ അനേകരെ നോക്കുമ്പോൾ തകർന്നവരെയാണ് കാണുന്നത്. വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിച്ചത് പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ദൈവമില്ലെന്ന് പറഞ്ഞ് പോകുന്ന വ്യക്തികളെയാണ് നമ്മൾക്ക് കാണുവാൻ ഇടയാകുന്നത്. എങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ലക്ഷ്യം എവിടെയായിരിക്കണം? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാണ്. എങ്ങനെ? സുവിശേഷം എന്നതോ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. ഞാൻ പറയാം നിങ്ങളോട്, നിങ്ങൾ ഏതെങ്കിലും സംഘടനകളെ നോക്കി ഇറങ്ങിത്തിരിച്ച വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തകർന്നു പോകും. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഇത്ര വലിയ വെളിപ്പാട് പറഞ്ഞവനാണ് പത്രോസ്. യേശു പറഞ്ഞ്, നീ കേഫയാകുന്നു. നീ അവന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവൻ കാറ്റിലാൽ ഉലയുന്നവനാണ്. അതാണല്ലോ യേശുവെ, നീ യേശു ആകുന്നുവെങ്കിൽ ഞാനും കടലിന്റെ മീതെ നടക്കുവാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു. യേശു പറഞ്ഞു നീയും വരാൻ പറഞ്ഞു. പക്ഷെ അവൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ, അവൻ സാഹചര്യങ്ങളെ നോക്കിയപ്പോൾ അവൻ താന്നു പോവാൻ ഇടയായി. ആ പത്രോസിന്റെ അടുത്താണ് യേശു പറഞ്ഞത്, പത്രോസെ, നീ വെളിപ്പാടുകളൊക്കെ പറഞ്ഞ് അതെല്ലാം ശരി, നല്ല കാര്യം തന്നെ, ഞാനത് അംഗീകരിക്കുന്നു. എന്നാൽ ആ ഒരു വെളിപ്പാട് കൊണ്ട് നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നിനക്ക് എന്ത് വേണം? ഈ വെളിപ്പാടെന്ന് പറഞ്ഞാൽ ഇതാണ്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ലോകത്തിൽ പലവർ വന്നിട്ടുണ്ട്, പല നേതാക്കന്മാർ വന്നിട്ടുണ്ട്, പല മതകർത്താക്കൾ വന്നിട്ടുണ്ട്. എന്നാൽ ഇവരെല്ലാം മരണത്തോട് അസ്തമിച്ചു പോയ ചരിത്രമാണ് നമുക്ക് കാണാനുള്ളത്. എന്നാൽ ചരിത്രത്തിൽ ഏക വ്യക്തി മാത്രമേ ഉള്ളൂ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റവൻ. അവന്റെ പേരാണ് യേശു ക്രിസ്തു. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ എത്ര വലിയ പ്രതികൂലത്തിൽ കൂടിയാ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം കടന്നു പോകുന്നെങ്കിലും പത്രോസിനെ രൂപാന്തരപ്പെടുത്തി ആ ദൈവശക്തി ഇന്നും നിങ്ങൾക്ക് വേണ്ടി ചലിക്കപ്പെടുന്നുണ്ട്.
ആ യേശുവാണ് പറഞ്ഞത്, പത്രോസെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ, ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു. ഇരമ്യാവ്, എന്റെ ഉള്ളിൽ ഒരു ദൈവത്തിന്റെ ദൂത് ഇങ്ങനെ പറയുന്നുണ്ട്. ഇരമ്യാ പ്രവാചകനോട് പറഞ്ഞു, ഇരമ്യാവേ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ഞാൻ നിന്നെ ജാതികൾക്ക് പ്രവാചകനാക്കി വെച്ചിരിക്കുന്നു. നമ്മളെ ദൈവം അറിഞ്ഞത് ഇന്നോ ഇന്നലെ അല്ല. നമ്മൾ ഈ ഭൂമിയിൽ എല്ലാരും വിചാരിക്കും അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചു വീണതിന് ശേഷമായിരിക്കും ദൈവം എന്നെ അറിഞ്ഞത്, അല്ലെങ്കിൽ എന്റെ ഭർത്താവ് എന്നെ അറിഞ്ഞപ്പോഴായിരിക്കും ദൈവം എന്നെ അറിഞ്ഞത്, അല്ലെങ്കിൽ എന്റെ സഹോദരങ്ങളെ. അല്ല, നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പിട്ട് തന്നെ നിങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണെന്നും, നിങ്ങൾ എത്രത്തോളം കോപിക്കുന്ന വ്യക്തിയാണെന്നും, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ധൈര്യമുള്ള വ്യക്തിയാണെന്നും ഇതെല്ലാം ദൈവത്തിനറിയാം. സാഹചര്യങ്ങളെ എങ്ങനെ അതിജീവിക്കണമെന്ന് അറിയാതെ ആരെങ്കിലും നിരാശപ്പെടുന്നെങ്കിൽ ഞാനൊരു ദൂത് വിളിച്ചു പറയാം. ഏതൊക്കെയോ വ്യക്തികളോട് പരിശുദ്ധാത്മാവ് പേഴ്സണലായിട്ട് ദൂത് അറിയിക്കുന്നുണ്ട്. നിന്റെ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ വിശുദ്ധീകരിക്കാനിടയായി. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, കാലം സമീപിച്ചിരിക്കും. ചുടൽ പ്രഭജലാധികാര ഘടകസി ഹന്തുരേ രഗതൽ ഖമന ഘടകം. അങ്ങനെയെങ്കിൽ ആ വചനം നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്നത് ഞാൻ ആത്മമണ്ഡലത്തിൽ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ചില മറഞ്ഞിരിക്കുന്ന ചില നന്മകൾ, നിങ്ങളുടെ നന്മകളെ പിശാച് നിങ്ങളുടെ കരങ്ങളിൽ തരുത്തില്ലെന്നും, നീ തലമുറകളുടെ നന്മ അനുഭവിക്കത്തില്ലെന്നും പിശാച് ചില വാത് കിട്ടുന്ന ചില മേഖലകളെ ഇന്ന് രാത്രികാല പരിശുദ്ധന്മാരുടെ തീ അതിനെ കത്തിച്ചു കളയുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. അടഗജന ഘടകസിയാല അന്തര വൈഡമന ഹന്തുരേ ജഗൽക്കമന ഘടക വർദ്ധന ജഗൽഘടക റീമൽ ഖമാന ഘടക സിയാല ഘടകം. അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ വചനം അവസാനിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ എന്തു വേണം? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എൻ്റെ സുവിശേഷം. അങ്ങനെയെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഞാൻ ആ വേദഭാഗം വായിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുരഘടക സംതര ജഗനഘടകം. അവന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറയുവീൻ. അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ അവർ വിറയലും ഭയവും പിടിച്ചുകൊണ്ട് അവരൊന്നും പറയുവാനിടയായില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളോട് വാഗ്ദത്തം ചെയ്ത ദൈവം ഒരിക്കലും ഫോഷ്ക്ക് പറയുകയില്ല. നിങ്ങൾക്ക് തരാനുള്ള നന്മകൾ, നിങ്ങൾക്ക് ലഭിക്കാനുള്ള സകലതും ദൈവം നിങ്ങൾക്ക് തരും. അങ്ങനെയെങ്കിൽ ധൈര്യപ്പെടുക, ഭയപ്പെടാതെ മുൻപോട്ട് പോകുക. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ സഹായിക്കട്ടെ. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധന്റെ നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല നിമിഷത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ കേട്ട ദൂത് ഇതാണല്ലോ കർത്താവേ. ഹല്ലേലൂയ. യേശു അവിടെയില്ല, യേശു ഉയർത്തെഴുന്നേറ്റു കർത്താവേ. അങ്ങനെയെങ്കിൽ കർത്താവേ, സംഘടനകളോ മതങ്ങളോ വ്യക്തികളോ അല്ല ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം. യേശു മരിച്ചവനായിരുന്നു, എന്നാൽ ഉയർത്തെഴുന്നേറ്റു. ആ മറ്റേ മറിയം കല്ലറ കാണുവാൻ ചെന്നപ്പോൾ കർത്താവെ, ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഉരുണ്ട് ഇരിക്കുന്നതായി കണ്ട് എന്നിട്ട് പറഞ്ഞ് പത്രോസിനോടും അവന്റെ ശിഷ്യന്മാരോടും പോയി പറവീൻ. അങ്ങനെയെങ്കിൽ കർത്താവെ, ഞങ്ങളുടെ യേശു ഉയർത്തെഴുന്നേറ്റ ദൈവമാണ്. പൗലോസ് പറയുന്നത് പോലെ യേശു ഉയർത്തെഴുന്നേറ്റ് ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥമായേനെ. അങ്ങനെയെങ്കിൽ ഞങ്ങൾ മരിച്ച് മൺമറഞ്ഞ ഒരു ദൈവത്തെ അല്ല ഞങ്ങൾ ആരാധിക്കുന്നത്. മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ ഒരു ദൈവം ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരകനായി ഉള്ളതോർത്ത് സ്തോത്രം. ആ യിരെമ്യാവിന്റെ കൂട്ട് അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഞങ്ങളെ ശുദ്ധീകരിച്ച് ഞങ്ങളെ ജാതികൾക്ക് പ്രകാശമാക്കി പ്രവാചകനാക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതികൾക്കായി നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. ഈ ലൈവിലൂടെ ശ്രദ്ധിച്ച് എല്ലാവരെയും കർത്താവ് സഹായിക്കും. പിതാവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇത്രത്തോളം ലൈവിൽ ശ്രദ്ധിച്ച എല്ലാവർക്കും എന്റെ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ.